ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. നാടിന്റെ സ്പന്ദനങ്ങളായ കലകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരന്മാരെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാക്കേജുകൾ ഉണ്ടാക്കണമെന്ന് MK രാഘവൻ MP. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി വിഷുക്കണിയൊരുക്കി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കന്നൂട്ടിപ്പാറ IUMLP സ്കൂളിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കന്നൂട്ടിപ്പാറ IUMLP സ്കൂൾ വാർഷികാഘോഷവും പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവും മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന കാര്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. വന്യജീവി വിഷയത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിയമം പാസാക്കിയതിനു ശേഷം അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ആരംഭിച്ചതിനു ശേഷം വിദ്യാലയങ്ങളുടെ മേലോട്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചതിനു ശേഷം ജനപ്രതിനിധികളുടെ നല്ല ശ്രദ്ധ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതികരിക്കും. ജനങ്ങളും അതോടൊപ്പം സഹകരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ വിദ്യാലയ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമഗ്രതയുടെ പ്രതീക്ഷാനിർഭരമായ മാറ്റത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ അബുലൈസ് തേഞ്ഞിപ്പലം, അധ്യാപകനായ ആരിഫ് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഷംനാസ് പൊയിൽ അധ്യക്ഷനായിരുന്നു. രാജ്യസഭാ MP ഹാരിസ് ബീരാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നരുക്കിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിതീഷ് കല്ലുള്ളതോട്, താമരശ്ശേരി AEO P വിനോദ് എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും PTA പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള 45 പേർക്കാണ് വാഹനങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 50 ലക്ഷം രൂപ വകയിരുത്തി വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള 45 ഭിന്നശേഷി വ്യക്തികൾക്കാണ് വാഹനങ്ങൾ വിതരണം ചെയ്തത്. സ്വയം ഡിപ്പെൻഡന്റ് ആവാണ്ട് സ്വന്തം കാര്യങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയി ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ഏറ്റവും ബേസിക് പാർട്ടാണ് വണ്ടി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇനി എനിക്ക് പോകാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് മൈലങ്കര പഞ്ചായത്ത് കിട്ടിയ വണ്ടിയാണ്. ഇത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പാസ്സായതാണ്. ഇത് എനിക്ക് താമരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഇതിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള ഇത് കിട്ടിയതാണ്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുധാ കമ്പളത്ത്, അംബിക മംഗലത്ത്, റംസീന നരുക്കിനി, റസിയ തോട്ടായി, നിഷ പുത്തമ്പുരയിൽ, NM വിമല, നാസർ എസ്റ്റേറ്റ് മുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടിന്റെ സ്പന്ദനങ്ങളായ കലകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരന്മാരെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാക്കേജുകൾ ഉണ്ടാക്കണമെന്ന് MK രാഘവൻ MP. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു.
യുനെസ്കോ കോഴിക്കോടിന് അന്താരാഷ്ട്ര പദവി നൽകിയെങ്കിലും സർക്കാർ രേഖകളിലൊന്നും ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ചാനലുകളിൽ മാത്രമല്ല കലാകാരന്മാർ ഉള്ളതെന്നും MP പറഞ്ഞു. ഗ്രാമീണ മേഖലകളിലടക്കം കലാകാരന്മാർക്ക് അവസരം ലഭ്യമാക്കാൻ കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നഗരം എന്ന് പറയാൻ സാധിക്കുന്നത് കോഴിക്കോടാണ്. പ്രത്യേകിച്ച് സാഹിത്യ നഗരി പദവി ലഭിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ. പക്ഷെ സർക്കാരിൻ്റെ രേഖകളിൽ നിങ്ങൾക്കൊരിക്കലും സാംസ്കാരിക നഗരം കോഴിക്കോടാണെന്ന് ഒരിക്കലും കാണില്ല. സർക്കാരിൻ്റെ കണക്കിൽ തൃശ്ശൂരാണ് സാംസ്കാരിക നഗരം. അക്ഷരി നഗരി എന്ന് പറയുന്നത് കോട്ടയമാണ്. എന്നാൽ കേരളത്തിൽ എല്ലാ അർത്ഥത്തിലും സാംസ്കാരിക സാഹിത്യ കലാരംഗങ്ങൾക്ക് സംഗീതം ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ എൻ്റെ വിളഭൂമി എന്ന് പറയുന്ന കോഴിക്കോടാണ്. അങ്ങനെ ഒരുപാട് മഹത്തായ പാരമ്പര്യം പൈതൃകവുമുള്ള കോഴിക്കോട്ടെ കലാകാരന്മാർക്കുണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവർക്ക് സമയത്ത് പോലും പെൻഷൻ കിട്ടുന്നില്ല എന്നൊരു പരാതി. മുതിർന്ന കലാപ്രവർത്തകരായ ശ്രീകുമാർ നിയതി, സുശീല വേണുഗോപാൽ, പപ്പൻ കാവിൽ, ഹരിദാസ് കോഴിക്കോട്, ദേവദാസ് മീഞ്ചന്ത, പ്രഭാകരൻ കൊയിലാണ്ടി, കാർഷിക മേഖലയിലെ സുദീർഘമായ സേവനത്തിന് ഡോക്ടർ അബു കുമാളി എന്നിവരെ ആദരിച്ചു. IAC ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ പാലേരി അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഷൈൻ കോഴിക്കോട്, രഞ്ജിത്ത് ബാബു എന്നിവർ സംസാരിച്ചു. പ്രവർത്തന രൂപരേഖ ദേശീയ ജനറൽ സെക്രട്ടറി NV മുഹമ്മദ് അലി അവതരിപ്പിച്ചു. IAC ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് ചെറുകുളത്തൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജുനൈസ് കണ്ണാടിക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൺവെൻഷന് മുന്നോടിയായി ദേശീയ പ്രസിഡന്റ് നൌഫൽ മേച്ചേരി പതാക ഉയർത്തി. 70ഓളം കലാകാരന്മാർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വിഷു ഈസ്റ്റർ മേള. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ചേമഞ്ചേരി കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, കോട്ടൺ, സിൽക്ക്, ജോട്ട് എന്നിവയിൽ തീർത്ത സാരികൾ, കലംകരി, ചുങ്കിടി, കോച്ചമ്പള്ളി തുടങ്ങിയ വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത വായ്പ. ഖാദി വിഷു ഈസ്റ്റർ മേള ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ. പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ. അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കുന്നു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കട്ട വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക റെക്കോർഡ് ലക്ഷ്യമാക്കി സീറോ ഷാഡോ കോൺടെസ്റ്റും മാരത്തൺ സുസ്ഥിര വികസന പ്രസംഗ മത്സരവും സംഘടിപ്പിക്കുന്നു. ഗ്രീൻ ക്ലീൻ കോഴിക്കോട് പദ്ധതി കേരളം മുഴുവൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 19 നടക്കുന്ന പരിപാടികൾ മന്ത്രി റിയാസ് നടക്കാവ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 11 മുതൽ 22 വരെ കേരളത്തിലൊരു ഭൗമ അത്ഭുതം സംഭവിക്കുകയാണ്. അന്ന് നട്ടുച്ചക്ക് സൂര്യന് നിഴലുണ്ടാവില്ല. ഇത്
BC 240 എറോറ്റോസ്റ്റനീസ് എന്നൊരു ഭൗമശാസ്ത്രജ്ഞന് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച വലിയൊരു ശാസ്ത്ര സത്യം ഇതിന് പുറകിലുണ്ട്. ആ ചരിത്ര സംഭവം നമ്മൾ ഇവിടെ കേരളത്തിൽ പുനഃസൃഷ്ടിക്കുകയാണ്. ഏപ്രിൽ 11 മുതൽ 22 വരെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ സീറോ ഷാഡോ ഡേ എന്ന ഭൗമ പ്രതിഭാസം അരങ്ങേറുകയാണ്. BC 240 പുരാതന ഈജിപ്തിൽ വെച്ച് എറാസ്തനീസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന പരീക്ഷണമാണ് സീറോ ഷാഡോ കോൺടെസ്റ്റിൽ പുനരാവിഷ്കരിക്കുന്നത്. നട്ടുച്ചയ്ക്ക് സൂര്യന് നിഴലില്ല എന്ന അത്ഭുത പ്രതിഭാസം മത്സരത്തിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി വിദ്യാർത്ഥികൾ തത്സമയം ആ കാഴ്ച ഗൂഗിൾ മീറ്റിലൂടെ ഷെയർ ചെയ്യും. അത് ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്യും. ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി മാരത്തോൺ സുസ്ഥിര വികസന 1 മിനിറ്റ് നീളുന്ന പ്രസംഗ മത്സരവും സംഘടിപ്പിക്കും. ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുള്ള ഓൺലൈൻ മാരത്തോൺ പ്രസംഗ മത്സരത്തിലും നിഴലളക്കൽ മത്സരത്തിലും പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും 96454592 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യണം. വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കൺവീനർ മുഹമ്മദ് ഇക്ബാൽ കെ, UK ഷജിൽ, മോഹനൻ പുതിയോട്ടിൽ, ഡോക്ടർ ഹരീഷ് ബാബു, രാജേന്ദ്രകുമാർ KK എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമ്പൽ സമൃദ്ധമായ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നഷ്ടമാകുന്ന നന്മകളുടെ വീണ്ടെടുപ്പായി സൊസൈറ്റി ഓഫീസിൽ വിഷുക്കണിയൊരുക്കി. പരിപാടി സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ NM ഷീജ ഉദ്ഘാടനം ചെയ്തു. വീട്ടുവളപ്പുകളിലും നാട്ടുവഴികളിലും സമ്പൽ സമൃദ്ധമായ വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് നിറഞ്ഞു നിൽക്കുന്ന ചക്കയും നാട്ടുമാങ്ങകളും പഴങ്ങളും ജാമ്പകളും പച്ചക്കറികളുമെല്ലാം ചേർത്ത് വെച്ച് ഓട്ടുരുളിയിൽ സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരുക്കിയ സഹകരണ വിഷുക്കണി നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഗ്രാമ നന്മകളുടെ വീണ്ടെടുപ്പായി മാറി. സേവ് ഗ്രീൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സഹകരണ വിഷുക്കണിയൊരുക്കി സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക അഭിവൃദ്ധിയായിരുന്നാലും സാമ്പത്തിക അഭിവൃദ്ധിയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമായിരുന്നാലും ഒക്കെ തന്നെ ഒരു നല്ല തുടക്കമായിട്ടാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം വിഷുവിനെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു ചിന്തകളൊക്കെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്താധാരകളിൽ നിന്നൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വിഷുക്കണിയൊക്കെ. ആ വിഷുവിൻ്റെ ദിവസം വിഷുക്കണി ഒരുക്കുകയും ഫോട്ടോ എടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള റീൽസ് എടുക്കുകയും ആ രീതിയിൽ അതിനെ ഓർമ്മപ്പെടുത്തി സൂക്ഷിക്കുക, അങ്ങനെ വിലപ്പെട്ട നിമിഷങ്ങൾ അങ്ങനെ സൂക്ഷിക്കാനാണ് ഇന്നത്തെ ഒരു സമൂഹം ആഗ്രഹിക്കുന്നത്. അധ്യയന വർഷാരംഭത്തിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ സഹകരണ പഠന സഹായി വായ്പയുടെ ബ്രോഷർ സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാർ KR വാസന്തി പുറത്തിറക്കി. പരിസ്ഥിതി പ്രവർത്തക ലില്ലി പ്രഭ, ഡോക്ടർ പ്രമോദ്, ചിത്രകാരി ലിസി, കോട്ടൺസ് ചെയർമാൻ മണി, റിട്ടയർഡ് കൃഷി ഓഫീസർ അജിത് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സേവ് ഗ്രീൻ പ്രസിഡന്റ് MP റജിൽ കുമാർ, സെക്രട്ടറി രാഗി രാജൻ, നിഷാമോൾ, രജി, ഹരികൃഷ്ണൻ, ഡയറക്ടർമാരായ സജിത, TK ബിപിൻകുമാർ, ഐസക് ഡാനിയൽ, രാമചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആധുനിക കാലഘട്ടത്തിന്റെ സാങ്കേതിക സാധ്യതകൾ ഉൾക്കൊള്ളിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ചാനൽ HES പ്രവർത്തന സജ്ജമായി. ആൻഡ്രോയിഡ്, iOS and TV പ്ലാറ്റ്ഫോമുകളിലാണ് ചാനൽ HES ലഭിക്കുക. സൗജന്യമായി കാണാവുന്ന മീഡിയ ഗാലറി പ്ലാറ്റ്ഫോമാണ് ചാനൽ HES എന്നും സാരഥികൾ പറഞ്ഞു. OTT എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് MGP മീഡിയ ഗാലറി പ്ലാറ്റ്ഫോം എന്നൊരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ആപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ സൃഷ്ടികൾ പകർപ്പവകാശം നഷ്ടമാകാതെ സൗജന്യമായി ലോകമെമ്പാടും ഹൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ സഹായത്തോടെ റിലീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് ചാനൽ HES എന്ന് സാരഥികൾ വിശദീകരിച്ചു. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് www.channelhes.net എന്ന വെബ് പേജ് മുഖേനയാണ് ഇത് സാധ്യമാകുന്നത്. ഇതുവഴി തിയേറ്ററിൽ നിന്നോ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനവും ലഭിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിയുടെ പ്രോഗ്രസ് അവരുടെ പബ്ലിഷർ പോർട്ടൽ വഴി അറിയാവുന്നതാണെന്നും സാരഥികൾ വിശദീകരിച്ചു. ഏപ്രിൽ മാസം ചാനൽ HES
ഇന്ത്യയിൽ പ്രവർത്തന സജ്ജമായി. ഏപ്രിൽ 18-ാം തീയതി പുഷ്പന്റെ കല്യാണം എന്ന വെബ് സീരീസും 25-ന് ഓച്ചെ ക്യൂ എന്ന സിനിമയും 30-ാം തീയതി പ്രളയാനന്തരം എന്ന സിനിമയും ചാനൽ HES-ലൂടെ റിലീസ് ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ചാനൽ ഓപ്പറേഷൻ മാനേജർ ആശിഷ് ജോസഫ്, കുര്യാക്കോസ് TP, അനീഷ് ചിരാൽ, അനിൽ മാങ്ങാംകുഴി, വിനോദ് സബരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി. RABC കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വിഷു ഈസ്റ്റർ മേള. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ചേമഞ്ചേരി കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, കോട്ടൺ, സിൽക്ക്, ജോട്ട് എന്നിവയിൽ തീർത്ത സാരികൾ, കലംകരി, ചുങ്കിടി, കോച്ചമ്പള്ളി തുടങ്ങിയ വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത വായ്പ. ഖാദി വിഷു ഈസ്റ്റർ മേള, ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയൽ ദാറുസലാം മദ്രസയിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. മദ്രസ അങ്കണത്തിൽ വിവിധ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടന്നത്. മഹല്ല് ഖത്തീബ് ബഷീർ ബാക്കഫി ഉദ്ഘാടനം ചെയ്തു. പെരുവയൽ മഹല്ലിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോണാറമ്പ് ദാറുസലാം മദ്രസയിലെ ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. മദ്രസ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു. PK മുനീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മദ്രസ പ്രസിഡന്റ് KK മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് ബഷീർ ബാക്കവി പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ എന്നാണ് ഹബീബായ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. തുടർന്ന് നടന്ന ഉപദേശക പ്രസംഗത്തിൽ TVR ആബിദ് നദ്വി കുട്ടികൾക്ക് നല്ലൊരു ഭാവിക്ക് ഉതകുന്ന പ്രധാന കാര്യങ്ങൾ വിശദീകരിച്ചു. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, റാഫി യമാനി, അസ്ലം മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. K അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മടവൂർ CM സെന്ററിന്റെ കോറൽ ജൂബിലിയും CM വലിയുല്ലാഹിയുടെ 35ാമത് ആണ്ട് നേർച്ചയും ഏപ്രിൽ 11 മുതൽ ആരംഭിക്കും. 11 മുതൽ 14 വരെ നടക്കുന്ന പരിപാടികളിൽ വിവിധ പദ്ധതി പൂർത്തീകരണങ്ങളും പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങളും നടക്കും. ആത്മീയ സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സനദ്ദാനം നിർവഹിക്കും. വിദ്യാഭ്യാസ, സാംസ്കാരിക, കാരുണ്യ പ്രവർത്തന മേഖലകളിൽ സുദീർഘമായ സേവന പ്രവർത്തനങ്ങളാണ് CM സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 35 വർഷം കൊണ്ട് സാമ്പത്തികമായി മറ്റും വളരെ പിന്നോക്കം നിൽക്കുന്ന
വിദ്യാർത്ഥികളെ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ഒട്ടേറെ പ്രതിഭകളെ സൃഷ്ടിക്കാൻ ഇതിലൂടെ CM സെന്ററിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഒട്ടേറെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും തുടങ്ങി പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ CM സെന്ററിലെ വിദ്യാർത്ഥികൾ പഠിച്ച് സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് വിദ്യാർത്ഥികളിലും യുവാക്കളിലും പിടിപെട്ട ലഹരി മയക്കുമരുന്നുകൾ, ഇതിനെതിരെ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ CM സെന്റർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ തന്നെ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 11-ാം തീയതി 5 മണിയോടുകൂടി പ്രാരംഭം കുറിക്കുന്ന വാർഷിക സമാപന സമ്മേളനം 14-ാം തീയതി തിങ്കളാഴ്ച സമാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ആരംഭിച്ചു. ഫറൂഖ് മല്ലിക തിയേറ്ററിന് സമീപം മലബാർ ടൈൽസ് ഗ്രൗണ്ടിലാണ് പ്രദർശനം ആരംഭിച്ചത്. എക്സ്പോ മെയ് 11 വരെ തുടരും. ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, മത്സ്യകന്യകമാർ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിരസവാരി, ഒട്ടക സവാരി എന്നിവ സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. അവധിക്കാലം ആഘോഷമാക്കി മാറ്റാൻ സംഘാടകർ ഒരുക്കിയ കാശ്മീർ താഴ്വാരവും പക്ഷികൾ പാറിപ്പറക്കുന്ന ജംഗിളും വൈറ്റ് ഹൗസ് കവാടവും നീന്തിത്തുടിക്കുന്ന മത്സ്യകന്യകമാരുമെല്ലാം ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ മത്സ്യകന്യക നല്ലൊരു കാര്യമാണ്. പിന്നെ കുറേ പക്ഷികളെ പറ്റിയൊക്കെ മനസ്സിലായി. ഇത് വളരെ ഉഷാറായിട്ടുണ്ട്. ചെറിയൊരു കോസ്റ്റിൽ ഇത്ര നല്ലൊരു ഭംഗിയായിട്ട് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെരി നൈസ്. കുട്ടികൾക്ക് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയായ പരിപാടിയായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ മെയ് 11 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. നാടിന്റെ സ്പന്ദനങ്ങളായ കലകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരന്മാരെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാക്കേജുകൾ ഉണ്ടാക്കണമെന്ന് MK രാഘവൻ MP. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി വിഷുക്കണിയൊരുക്കി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.